സോ ഹായ് ഗൈസ്, കുറേ നാളായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടില്ല. ഇനി തൊട്ട് അങ്ങോട്ട് കുറച്ച് വ്ളോഗൊക്കെ ചെയ്താലോ എന്ന് ഒരു പ്ലാനുണ്ട്. ബോറടിക്കുക, വർക്കിനൊന്നും പോകുന്നില്ല. ഇപ്പം ഫൈനൽ ഇയർ ആയി, ഫുൾ വർക്കൗട്ടും പിന്നെ ഇനി അക്കാഡമിക്സിൽ മാത്രം തന്നെ അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. സോ ഇൻഫോർമേറ്റീവ് വീഡിയോസ് എത്രത്തോളം സ്പെസിഫിക്കലി ഇടാൻ പറ്റുമെന്ന് അറിയില്ല. കാഷ്വലായിട്ട് വ്ളോഗ് ചെയ്താലോ എന്ന് വിചാരിക്കുക. ഇന്നിപ്പോൾ സൺഡേ ആണ്, സോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ നല്ല ടൈം കിട്ടും. സോ എണീറ്റതേ ഉള്ളൂ, നല്ല ലേറ്റായി, 10 മണി കഴിഞ്ഞു. സോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടികൾ എന്തൊക്കെയാ നോക്കാം. ഓക്കെ, സോ വേറെ ഒന്നുമില്ല, സ്ക്രാമ്പിൾഡ് എഗ്സ് ഉണ്ടാക്കാൻ പോവാണ്. സോ ഇത് വിശാൽ മാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് വെജിറ്റബിൾ ചോപ്പ് ചെയ്യും, കുറച്ച് സമയം ലാഭിക്കാം. കുക്ക് ചെയ്യുമ്പം ഈ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന ഇഷ്ടമാണ്, ബട്ട് സമയം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇതിപ്പോൾ ശീലിച്ചു. സോ ബേസിക്കലി ഞാനിപ്പം രാവിലെ എണീറ്റുകൊണ്ടൊരു 4 മുട്ട, 4 ഹോൾ എഗ്സ് ആണ് ഇപ്പം കഴിക്കാൻ പോകുന്നത്. മുട്ടയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, ഒരു 6-7 ഫുൾ എഗ്സ് ഡെയിലി കഴിക്കാറുണ്ട്. പിന്നെ ഒന്നും പറയണ്ടല്ലോ, തൊട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും നല്ല രീതിയിൽ ഇൻഫ്ലേഷൻ വന്നിട്ടുണ്ട്. പിന്നെ പ്രോട്ടീനുള്ള ഫുഡിനെ പറ്റി പറയാൻ വേണ്ട, ഇൻഫ്ലേഷൻ അതിന് മാത്രമാണ് ഏറ്റവും മെയിനായിട്ടുള്ളത്. പ്രോട്ടീൻ പൗഡർ ആയാലും ചിക്കൻ, ബീഫ്, ഫിഷ്, മുട്ട എല്ലാത്തിനും മുമ്പത്തിനായിട്ട് വില കൂടി. സോ മുട്ടയൊക്കെ ഞാനിവിടെ വരുന്ന സമയത്ത് 5 രൂപ 50 പൈസ, എൻ്റെ നാട്ടിലാണെങ്കിൽ 3 രൂപ 50 പൈസ, 4 രൂപ അത്രയൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പം 8 രൂപ 50 പൈസയായി. പിന്നെ ചിക്കൻ നോക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന സമയത്ത് കിലോയ്ക്ക് 100, 102, 98 ആ റേഞ്ച് ആയിരുന്നു. ഇപ്പം 200 രൂപ ഇന്നലത്തെ മാർക്കറ്റ് റേറ്റ്. ബീഫാണെങ്കിൽ ഞാൻ വന്ന സമയത്ത് 350, ചിലപ്പോഴൊക്കെ 300 കിട്ടിയിട്ടുണ്ട്. പക്ഷെ 400, 350 വാസ് എ സ്വീറ്റ് സ്പോട്ട്. ഇപ്പം അത് 500 ആയി എല്ലാത്തിനും. പേ പ്രോട്ടീൻ്റെ കാര്യം പിന്നെ പറയണ്ട, നിങ്ങൾ മുമ്പ് എടുത്തുകൊണ്ടിരുന്ന ബ്രാൻഡിൻ്റെ ഒരു 2 വർഷം മുമ്പത്തെ റേറ്റും ഇപ്പോഴത്തെ റേറ്റും ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തുമാത്രം പ്രൈസ് ഇൻക്രീസ് ആയിരുന്നു. എവിടെ പോയി ഒതുങ്ങുമെന്നറിയില്ല, നോക്കാം. So total 4x, okay. എനിക്ക് മോസ്റ്റ്ലി ഇത് ഫുള്ള് ഡ്രൈ ആക്കുന്ന ഇഷ്ടമല്ല, എനിക്ക് കുറച്ച് ജ്യൂസി ആയിട്ടൊക്കെ ഇരിക്കുന്നത് ഫേവറേറ്റ്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. സ്ക്രാമ്പിൾഡ് എഗ് 4 പൊട്ടറ്റോ, ഇഡ്ഡലി. ഹൈ ഇൻ കാർബ്സ്, ഹൈ ഇൻ പ്രോട്ടീൻ. ഞാനിപ്പോൾ ഒരു ബൾക്കിംഗ് ബേസിലാണ് പോകുന്നത്, അതായത് കൂടുതൽ അങ്ങനെ ഷ്രെഡ് ചെയ്യാൻ നോക്കുന്നൊന്നുമില്ല. അത്യാവശ്യം നല്ല സ്ട്രെസ് ഫ്രീ ആയിട്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക, കുറച്ചൊക്കെ ചീറ്റ് മീൽസും കഴിക്കാറുണ്ട്. മാക്സിമം ബോഡിക്ക് സ്ട്രെസ് ഇല്ലാതെ ഹെൽത്തി ആയിട്ടിരിക്കാൻ നോക്കുക, അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. സോ ഓൾമോസ്റ്റ് ഇനി അടുത്തൊരു കോമ്പറ്റീഷനെ പറ്റി ഒന്നും ഇപ്പോൾ ആലോചിക്കുന്നില്ല, കാരണം ഓൾറെഡി നല്ല രീതിയിൽ മസിൽ ലോസ് വന്നിട്ടുണ്ട്. സോ അത് നല്ല ടൈം എടുത്ത് റീഗെയിൻ ചെയ്യണം. പിന്നെ എൻ്റെ ഈ ഒരു ഏജിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ മാക്സിമം കൊണ്ടുവരാൻ ട്രൈ ചെയ്യണം. സോ അതിൻ്റെ കുറേ കോമ്പറ്റീഷൻസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ബോഡി ഷ്രെഡ് ആകുമ്പം ആ ഒരു ഗ്രോത്ത് ഫേസ് അത്ര നന്നായിട്ട് പോകത്തില്ല. ആൻഡ് ബൾക്കിംഗ് ആയാലും സ്റ്റിൽ എനിക്ക് ആപ്സ് കുറച്ചൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഐ ആം ഹാപ്പി. സോ ഫുഡ് കഴിച്ചതിന് ശേഷം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാം. ഓക്കെ, സോ ഫുഡൊക്കെ കഴിച്ചു, കുറേ നേരം യൂട്യൂബ് നോക്കി. സോ ഇനി വേറെ പരിപാടിയൊന്നുമില്ല. നമ്മളിവിടെ തൊട്ടടുത്തുള്ള പള്ളിയിലുള്ള ഒരു പള്ളിപ്പെരുന്നാൾ ലാസ്റ്റ് വീക്കായിരുന്നു. സോ ഈ ഒരു വീക്കും കൂടെ അവിടെ ആഘോഷങ്ങൾ അതൊക്കെ കാണും. സോ അത് ജസ്റ്റ് ഒന്ന് കാണാൻ പോവുക, എന്തെങ്കിലുമൊക്കെ ചുമ്മാ പർച്ചേസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ചിലപ്പോൾ കഴിക്കും. സോ അങ്ങോട്ട് നോക്കുമ്പോൾ അതിന് ശേഷം കുറച്ച് പരിപാടികളുണ്ട്. എനിക്കിന്ന് കുറച്ച് ഫിസിയോ ചെയ്യണം കാലിൻ്റെ. സോ നമ്മൾ റൂമിൽ നിന്ന് തന്നെ ചെയ്യണം. പിന്നെ അടുത്ത് എക്സാംസ് വരുന്നുണ്ട്, അതിനും കുറച്ചൊക്കെ പഠിക്കാനുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് പള്ളിയിൽ പോകാം.
സോ നമ്മൾ പള്ളിയിൽ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു, അടിച്ചു പൊളിച്ചു, ഫുഡൊക്കെ കഴിച്ചു. സോ ഇനി നമുക്ക് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഫിസിയോ ചെയ്യണം, കുറച്ച് സ്ട്രെച്ചിങ് മൊബിലിറ്റി എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് കഴിച്ചിട്ട് ഇന്നത്തെ വ്ളോഗ് നമുക്ക് എൻഡ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് കുറച്ച് ഫിസിയോതെറാപ്പി ചെയ്യണം. എൻ്റെ കാല് പോയിട്ട് ഇപ്പൊ ആക്ച്വലി 7 months മേളിലായി. സോ ഇതുവരെ ഞാൻ ഒരു പ്രോപ്പർ ഫിസിയോ അതിൽ ഫോക്കസ് ചെയ്തിട്ടില്ല. ആക്ച്വലി വെയിറ്റ് ട്രെയിനിങ് കുറച്ച് ബെറ്റർ ആക്കി, പിന്നെ ഇടയ്ക്ക് കോളേജിൽ കുറച്ച് ആർട്സിന്റെ ഇവന്റ്സ് വന്നപ്പം വെയിറ്റ് ട്രെയിനിങ് മാത്രം മെയിൻറ്റെയിൻ ആയപ്പം ഫിസിയോ കുറഞ്ഞു. സോ ഇനി അങ്ങോട്ട് മാക്സിമം ജിമ്മിൽ പോകാൻ പറ്റിയില്ലെങ്കിലും വീട്ടിലിരുന്ന് തന്നെ കുറച്ച് മൊബിലിറ്റിയിൽ ഫോക്കസ് കൂടുതൽ കൊടുക്കണം. കാരണം ആക്ച്വലി എൻ്റെ ഇഞ്ചേർഡായ ലെഗ് മറ്റേ ലെഗിനെ കാട്ടും ആംഗിളിന്റെ മൊബിലിറ്റി ഇപ്പോഴും കുറവാണ്. ഈ ഒരു മൂവ്മെന്റ് ഡോർസിഫ്ലെക്ഷൻ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ ഹിപ്സിന്റെ മൊബിലിറ്റിയും കുറവാണ്. എസ്പെഷ്യലി എൻ്റെ ലെഫ്റ്റ് സൈഡ് മൊത്തത്തിൽ ഭയങ്കര മൊബിലിറ്റി കുറവാണ് കമ്പയർഡ് ടു ദ റൈറ്റ് സൈഡ്. സോ അത് മാക്സിമം നമുക്ക് ബെറ്റർ ആക്കണം, അതാണ് ടാർഗറ്റ്. ഇതാണ് നമ്മളെ വീട്ടിലുള്ള ഒരു സെറ്റപ്പ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ ഇതൊരു പ്രോപ്പറായിട്ട് ചെയ്യാറില്ല. ഒരു കറക്റ്റ് റുട്ടീനായിട്ട് വീട്ടിൽ നിന്ന് ഫിസിയോ കൊണ്ടുപോയിട്ടേ ഇല്ല. ഇത് അന്ന് ഞാൻ ചെയ്തെടുത്തെങ്കിലും പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ല. സോ ഇനി തൊട്ട് അത് കറക്റ്റായിട്ട് ചെയ്യണം. മെയിൻ പ്രശ്നം നമുക്ക് കാണാൻ പറ്റും. സി, ഇപ്പം വ്യത്യാസം കണ്ടോ? ചെറിയൊരു ഗ്യാപ്പ് കണ്ടോ? കറക്റ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ കണ്ടോ ചെറിയൊരു വ്യത്യാസം കണ്ടോ? ഈ കാലിന് കൂടുതൽ ആക്ച്വലി ഡോർസിഫ്ലെക്ഷൻ എയർ മൂവ്മെൻറ്റ് കൂടുതലാണ്. ഒരു റീസൺ നമുക്കിവിടെ പ്ലേറ്റ് ഇട്ടിരിക്കണോണ്ട് ആക്ച്വലി മൊബിലിറ്റി കുറയും എന്തായാലും മുമ്പത്തേനായിട്ടും. പക്ഷേ കുറച്ചും കൂടെ നമുക്ക് ബെറ്റർ ആകാൻ പറ്റും. സോ കുറച്ച് മൊബിലിറ്റി ഒക്കെ ചെയ്തു. വീണ്ടും സ്ക്രാമ്പിൾഡ് ഒക്കെ ഉണ്ടാക്കാൻ പോവാ. വെറുത്ത് കഴിക്കാതിരിക്കുന്ന ഒരേ ഒരു ഫുഡ്. ഓക്കെ, സെറ്റ് ബ്രോ. കണ്ടോ സ്ക്രാമ്പിൾഡ് എഗ്സ്. സോ നമ്മളെ ലാസ്റ്റ് മീല് ഇഡലി, പിന്നെ ചിക്കൻ, പിന്നെ അടുത്ത എൻ്റെ ഫേവറേറ്റ് സാധനം ചമ്മന്തി. ഒരൊറ്റ പീസ് പോലും ബാക്കി വയ്ക്കരുത്. സോ ഇതായിരുന്നു ഇന്നത്തെ ഡേ. ആൻഡ് മാക്സിമം ഞാൻ വീഡിയോയിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ആൻഡ് ഇതുപോലത്തെ ഡെയിലി വ്ളോഗ്സ് ഞാൻ മാക്സിമം ചെയ്യാൻ നോക്കാം. എത്രത്തോളം എൻ്റെ റുട്ടീനിലോട്ട് ഇത് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.